13 നവംബർ 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് MBBS ഇൻ ഹിന്ദി ലോസ്റ്റ് ഇൻ ട്രാൻസ്ലിട്രേഷൻ. ഡോക്ടേഴ്സ്, സ്റ്റുഡൻസ്, ഹോസ്പിറ്റൽ റേസ് കൺസേൺസ് അബൌട്ട് വയബിലിറ്റി ഓഫ് ദ പ്രോഗ്രാം ആൻഡ് എംപ്ലോയബിലിറ്റി ഓഫ് സ്റ്റുഡൻസ് ഫ്രം ബൈലിംഗ്വൽ സ്ട്രീം ഇൻ മധ്യപ്രദേശ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ് ഹിന്ദി ലാംഗ്വേജിലുള്ള MBBS ടെക്സ്റ്റ് ബുക്സ് ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റാണ്? ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൺസേൺസ് ഷെയർ ചെയ്യാണ് ഡോക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസും. അപ്പോൾ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന മധ്യപ്രദേശിൽ പലരും ഈ പറഞ്ഞ ലോങ് ടേം ആയിട്ടുള്ള വയബിലിറ്റി എങ്ങനെ ഇത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു കൺസേൺ അല്ലെങ്കിൽ ഒരു സംശയം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ നമ്പർ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ മെഡിക്കൽ കമ്മ്യൂണിറ്റി ഹാവ് ക്വസ്റ്റ്യൻഡ് ദ ലോങ് ടേം വയബിലിറ്റി ഓഫ് ദ സിസ്റ്റം ആൻഡ് എംപ്ലോയബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ഹു ഹാവ് സ്റ്റഡീഡ് ദിസ് പ്രൈമർലി ഇംഗ്ലീഷ് ലാംഗ്വേജ് സിലബസ് ഇൻ ട്രാൻസ്ലിട്രേഷൻ. അപ്പോൾ ഹിന്ദിയിലേക്ക് ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് പ്രൈമർലി ഇത് ഏത് രീതിയിലാണ് പഠിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷിലാണ് പ്രൈമർലി ഇത് ഡോക്ടേഴ്സൊക്കെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ഈ പറയുന്ന കൺസേൺ ഉണ്ട് എന്ന് പറയുന്നു. മധ്യപ്രദേശ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഹാവ് ഇഷ്യൂഡ് ദ ബുക്സ് ആൻഡ് ഫസ്റ്റ് ടു ഓഫർ ദി പ്രോഗ്രാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഹിന്ദി ലാംഗ്വേജിൽ MBBS ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ചെയ്യുന്നത്. എന്താണ്? ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ ബാച്ച് വരാൻ പോകുന്നത്. അപ്പോൾ മധ്യപ്രദേശാണ് ആദ്യത്തെ സ്റ്റേറ്റ്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ന്യൂ MBBS കോഴ്സസ് ഓഫേർഡ് ഇൻ ഹിന്ദി ഈസ് ഫസ്റ്റ് ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ടു ബിഗിൻ ദെയർ ക്ലാസ്സസ് ഇൻ മധ്യപ്രദേശ് ദിസ് കമ്മിങ് വീക്ക്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത്? ഫാക്കൽറ്റി, അതായത് സെപ്പറേറ്റ് ലാംഗ്വേജ് ബേസ്ഡ് ബാച്ചസ് ഓർ ഫാക്കൽറ്റി ആൻഡ് ദ ചോയ്സ് ഓഫ് ടേക്കിംഗ് എക്സാംസ് ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഹിന്ദിയിൽ വേണമെങ്കിൽ എക്സാംസ് എടുക്കാം. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം മധ്യപ്രദേശിൽ നടക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് കൺസേൺസ് ഉണ്ട്. കാരണം മുമ്പോട്ട് പോകുന്ന സമയത്ത് നന്നായി നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അടുത്ത ന്യൂസ് ഗുജറാത്ത് ഇലക്ഷൻസുമായി ബന്ധപ്പെട്ടതാണ്. AAP ആം ആദ്മി പാർട്ടി ഡ്രോസ് ബോത്ത് സ്കെപ്റ്റിസം ആൻഡ് ഹോപ്പ് ഇൻ ഗുജറാത്ത്. അപ്പോൾ ഒന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ ഒന്നൊരു സംശയത്തിൻ്റെ നിഴലിലാണ് ആം ആദ്മി പാർട്ടി ആൾക്കാരും. അതായത് ഏത് രീതിയിൽ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യണോ, അല്ലെങ്കിൽ എന്താണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്ന നയങ്ങളൊക്കെ. കാരണം പൊതുവെ ഗ്രൗണ്ട് ലെവലിൽ ആം ആദ്മി പാർട്ടിക്ക് ഗുജറാത്തിൽ പ്രത്യേകിച്ച് റീച്ചില്ല. അപ്പോൾ അവരുടെ ക്യാമ്പയിൻസ് വളരെ സ്ട്രോങ് ആണെങ്കിൽ പോലും അവർക്ക് എത്രമാത്രം ഗവർണൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഗ്രൗണ്ട് ലെവലിൽ അവർക്ക് ക്യാൻവാസ് ചെയ്യാൻ പേഴ്സണൽസ് ഇല്ലാത്തത് കാരണം ആൾക്കാർക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഒരു സ്കെപ്റ്റിസം എന്ന് പറയുന്ന ഒരു സംശയം അതിന് ആൾക്കാർക്ക് വോട്ടേഴ്സിനുണ്ട്. അതൊരു ഹോപ്പാണ്. കാരണം പൊതുവേ വീക്കെൻഡ് ചെയ്ത കോൺഗ്രസ് പാർട്ടി അതിൻ്റെ റീപ്ലേസ് ചെയ്യാൻ സെക്കൻഡ് ആവാനെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് കഴിയുമെന്നാണ്. കാരണം അത്രയധികം നല്ല ക്യാമ്പയിനിങ് ആണ് അവർ നടത്തുന്നത്. ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ ബൈ ദ ആം ആദ്മി പാർട്ടി ഹാസ് ഓപ്പൺഡ് അപ്പ് ദ ബൈപോളർ ആൻഡ് ആൾമോസ്റ്റ് ലീനിയർ പൊളിറ്റിക്സ് ഓഫ് ഗുജറാത്ത്, എസ്പെഷ്യലി ഫോർ ദ മുസ്ലിം electorate that has largely stood by the Congress. Though the grand old party has been unable to dislodge the BJP from power for the past 27 years. 27 വർഷമായിട്ട് കോൺഗ്രസ്സിന് പവർന്ന് BJP പുറത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്, ഒരു മുസ്ലിം ഇലക്ടറേറ്റിന് ആം ആദ്മി പാർട്ടിൻ്റെ കൂടെ നിൽക്കണോ വേണ്ടിയോ എന്നുള്ളൊരു സംശയം അതുപോലെ തന്നെ ഹോപ്പും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത്തവണത്തെ അസംബ്ലി ഇലക്ഷൻസ് ഓഫ് ഗുജറാത്ത്. പിന്നെ ഒരു ന്യൂസ് ഉള്ളത് രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസുമായി ബന്ധപ്പെട്ട് ലൈഫ് സെൻറ്റൻസിന് വിധിക്കപ്പെട്ട ആൾക്കാരെ വിട്ടയച്ചുകൊണ്ട് 3 decades ആയിട്ട് അവർ ജയിലിൽ തന്നെയാണ്. പക്ഷേ അവരെ 6 പേരെ വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധി വന്നിരുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി. അതിനെക്കുറിച്ചാണ്. നളിനി 5 other രാജീവ് കേസ് കൺവിക്ട്സ് വാക്ക് ഔട്ട് ഓഫ് ദ പ്രിസൺ. അവരെ മുഴുവനായിട്ട് എക്വിറ്റ് ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഇതിന് കോൺഗ്രസിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് സുപ്രീം കോടതി എറനസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ, ഒരു തെറ്റായ ഡിസിഷൻ എടുത്തു എന്നതാണ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. വീണ്ടും കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ആണ് പറയുന്നത്. ഗുജറാത്ത് ഇലക്ഷൻസുമായി ബന്ധപ്പെട്ട ന്യൂസ് തന്നെയാണ്. കോൺഗ്രസ് പ്രോമിസസ് 1 million ഗവൺമെൻറ് ജോബ്സ്, ഡോൾ ആൻഡ് ഫ്രീ പവർ ഇൻ ഗുജറാത്ത്, 1 million ഗവൺമെൻറ് ജോബ്സ്, ഫ്രീ ഇലക്ട്രിസിറ്റി ഓഫ് അപ് ടു 300 units ആൻഡ് ഓൾഡ് പെൻഷൻ സ്കീം ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ്, മെഡിക്കൽ ഇൻഷുറൻസ് ഓഫ് 10 lakhs for every individual and 4 lakh compensation for families of those who died in COVID-19 pandemic and some of the promises the opposition party in Gujarat has offered in its manifesto declared on Saturday. അപ്പോൾ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ കോൺഗ്രസ് ഇത്രയധികം കാര്യങ്ങളാണ് ഗുജറാത്തിൽ പ്രോമിസ് ചെയ്യുന്നത്. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള BJPയെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ക്യാമ്പയിനിങ്ങിൽ ആം ആദ്മി പാർട്ടിയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ആം ആദ്മി പാർട്ടിയും അത്രയധികം നല്ല ക്യാമ്പയിനാണ് ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. December 1, December 5 ഈ പറഞ്ഞ 2 ഘട്ടങ്ങളായിട്ട് ഗുജറാത്ത് പോൾസ് നടക്കുന്നത്. ഇന്നത്തെ സ്പോർട്സ് ന്യൂസിൽ T20 വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ ലുക്സ് ടു റിപ്പീറ്റ് ദ 1992 ആക്ട് ആൻഡ് ഇംഗ്ലണ്ട് സീക്സ് ടു ഫ്ലിപ്പ് ദ സ്ക്രിപ്റ്റ്. അപ്പോൾ വളരെ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ഇന്ത്യ സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റു വരുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടാണ് ഫൈനലിലെത്തി. ഇംഗ്ലണ്ട് ആൻഡ് പാകിസ്ഥാനാണ് T20 വേൾഡ് കപ്പിൽ മത്സരിക്കുന്നത്. ഇന്നാണ് മത്സരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ്. അപ്പോൾ 1992 ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യാൻ പാകിസ്ഥാൻ വരുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് തിരുത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലണ്ട് നോക്കുന്നത്.
സോ ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.